ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയൽസിലെ വിവരങ്ങൾ യുഎസ് ഇന്ന് പുറത്തുവിടും. യുഎസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റാണ് ഫയലിലെ വിവരങ്ങൾ പുറത്തുവിടുക. നേരത്തെ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറന്റ് ആക്ട് യുഎസ് കോൺഗ്രസ് പാസാക്കുകയും കഴിഞ്ഞ മാസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുകയും ചെയ്തതോടെ നിയമമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റവാളിയാണ് ജെഫ്രി എപ്സ്റ്റൈൻ. ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ഇയാളുടെ നിശാ പാർട്ടികളിൽ സഹകരിച്ചിട്ടുണ്ട്. ഇത് ആയുധമാക്കി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തിയിരുന്നു. വിവാദം കനത്തതോടെയാണ് ട്രംപ് ഈ ബില്ലിൽ ഒപ്പുവെച്ചത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായക വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. നമ്മൾക്കിന്നൊരു നല്ല പ്രഭാതമാണെങ്കിലും അമേരിക്കയിലും മറ്റു ലോകത്തുമുള്ള പ്രധാനപ്പെട്ട ചില വ്യവസായികൾക്കും നേതാക്കൾക്കുമൊക്കെ ഇന്നൊരു നല്ല പ്രഭാതമായിരിക്കില്ല. കാരണം ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ വലിയ ഒരു ധനികൻ്റെ അയാൾ ചെയ്തു കൂട്ടിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽസ് എന്നറിയപ്പെടുന്ന ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഈ ലൈംഗിക കുറ്റവാളിയുടെ വിവരങ്ങൾ, ഇയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ചെയ്ത ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. 2005 മുതൽ പുറത്തു വന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, FBI നടത്തിയ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഇതുവരെ ഒരു ക്ലാസിഫൈഡ് രേഖകളായി മറച്ചുവെച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രമുഖ നേതാക്കളുമായുള്ള ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ആളുടെ ബന്ധം അത് പുറത്തായതോടുകൂടിയാണ് ഡെമോക്രാറ്റ്സ് അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആരോപണത്തോടു കൂടി ഈ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടണം എന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ അതിൽ അവസാനം വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ ക്ലാസിഫൈഡ് രേഖകൾ അൺക്ലാസിഫൈഡ് ആക്കാനുള്ള ഒരു പേപ്പറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിരവധി പേജുകളുള്ള, നിരവധി വിവരങ്ങളുള്ള, നിരവധി കേസുകളുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്. അതിൽ ഏതൊക്കെയാണ് പുറത്തു വരേണ്ടത്, ആരുടെയൊക്കെ പേരുകളാണ് പുറത്തുവിടേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ, അതായത് ഇതിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികളുടെ പേരുകൾ മറച്ചു വെക്കേണ്ടതുണ്ട്, അവരുടെ ഐഡന്റിറ്റികൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇയാളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പേരിലുള്ള കോണ്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ബിൽ ഗേറ്റ്സ് അടക്കമുള്ള നേതാക്കൾ, പ്രമുഖ വ്യവസായികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുമായി പ്രവർത്തിച്ചിരുന്നു. ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ആൾ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നു, ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഇയാൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2019 ജയിലിലാവുകയും പിന്നീട് 2019 ജൂലൈയിൽ ജയിലിലാവുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഇയാളുടെ മരണം അസ്വാഭാവിക മരണമാണ്. ഇയാളുടെ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ വലിയ പ്രമുഖന്മാരുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പിന്നാലെ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കൊലപ്പെടുത്തിയതാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. 2005 ആദ്യമായി ഈ ഒരു ജെഫ്രി എപ്സ്റ്റൈനെതിരെ ഒരു കേസ് വരുന്നത്. അന്നൊരു 14-കാരിയാണ് ഒരു പരാതി നൽകിയത്. തന്നെ മസാജിന് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. അതിനുശേഷം ഇയാൾ 12 ദിവസം ജയിലിൽ കിടന്നു, 1 വർഷത്തെ അന്വേഷണത്തിന് ശേഷം. എന്നാൽ അതിനുശേഷം വീണ്ടും ഇയാളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് വീണ്ടും അയാളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തുടർന്നു വന്നു. പിന്നീട് 2015 വിർജീനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള വിർജീനിയാണ് ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്യൂൻ എലിസബത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ആൻഡ്രൂ വിൻസർ അടക്കം പരാതിയിൽ ഉൾപ്പെട്ടു. അങ്ങനെ 2025 കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾക്ക് യോർക്കിന്റെ ഡ്യൂക്ക് എന്ന് പറയുന്ന പദവി അടക്കം നഷ്ടപ്പെട്ട് ഈ ഒരു എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ വരെ ആരോപണം വരികയും, അതായത് ക്യൂൻ എലിസബത്തിന്റെ മകനെതിരെ വരെ, അവിടുത്തെ പ്രിൻസാണ് ബ്രിട്ടന്റെ, ആ ബ്രിട്ടന്റെ പ്രിൻസിന് വരെ സ്ഥാനം നഷ്ടപ്പെടുന്ന, എല്ലാ പദവികളും നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ആണ് നമ്മൾ കടന്നിരുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ ബിൽ ഗേറ്റ്സ് അടക്കമുള്ള, ജോർജ് ബുഷ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ, ഡൊണാൾഡ് ട്രംപിന്റെ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. അത്തരം ചിത്രങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വമ്പന്മാരുടെ പേരുകൾ ഈ എപ്സ്റ്റൈൻ ഫയൽസിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് അധികാരം നഷ്ടമായേക്കുമോ, ഡൊണാൾഡ് ട്രംപിനെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുമോ എന്നുള്ള ഭയം വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടരുത് എന്ന് ഭരണപക്ഷം, ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണപക്ഷം
അവിടെ നിലപാടെടുത്തത്. എന്നാൽ ഡെമോക്രാറ്റ്സിൻ്റെയും അതുപോലെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും പ്രതിഷേധത്തിന് മുന്നിൽ അവരുടെ ആവശ്യത്തിന് നിരന്തരമായ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമാണ് ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നത്. അങ്ങനെയാണ് എപ്സ്റ്റൈൻസ് ഫയൽ പുറത്തുവിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. മാത്രമല്ല ഇന്നലെ പൃഥ്വിരാജ് ചവാൻ, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവാണ് പൃഥ്വിരാജ് ചവാൻ കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഇത്തരം ഈ എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഈ എപ്സ്റ്റൈൻ ഫയൽസ് ലോകത്തെ, അമേരിക്കയെ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കാനുള്ള അതിനുള്ള വെടിമരുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. എന്തായാലും ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ചിത്രങ്ങളും അടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കൂടി ഇതിലൊരു പ്രതിരോധത്തിലാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് പുറത്തു വരുന്ന എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കാണാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അശ്വതി. ശരി അഭിലാഷ്, എന്തായാലും അന്ന് വളരെ സമ്മർദ്ദത്തിനൊടുവിൽ ആ ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞ ട്രൂത്ത് സോഷ്യൽ എഴുതിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമ്മുടെ അത്ഭുതകരമായ വിജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയേക്കാൾ അവരെ വളരെയധികം ബാധിക്കുന്ന എപ്സ്റ്റൈൻ വിഷയം ഉപയോഗിച്ചു എന്നായിരുന്നു അന്ന് ട്രംപ് എഴുതിയത്. എന്തായാലും ഇന്ന് ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരൊക്കെ ഞെട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്.